നോമ്പ് തുറയുടെ സമയം. എന്തൊരു സ്നേഹമുള്ള സമയമാണ്, എന്തൊരു ബഹുമാനമുള്ള സമയമാണ് നോമ്പ് തുറയുടെ സമയം. അല്ലാഹു ഏറ്റവും കൂടുതൽ ഇജാബത്ത് ചെയ്യുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സലാസുൻ ലാ തുറദ്ദു ദഅവതുഹും, മൂന്നാളുകളുടെ ദുആ അല്ലാഹു തട്ടുകയില്ല. ഒന്ന് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയുടെ ദുആ. മറ്റൊന്ന് വസ്വാഇമു ഹീന യുഫ്തിറുഹു, ഒരു അടിമ നോമ്പ് പിടിച്ച് നോമ്പ് തുറക്കാൻ നിൽക്കുമ്പോ ആ അടിമ എന്നോട് വല്ലതും ചോദിച്ചാൽ അവൻ ഉത്തരം ചെയ്യാതിരിക്കില്ല. എത്ര ഇഷ്ടപ്പെട്ട സമയമാണ്. എന്റെ കൽപ്പന അംഗീകരിച്ചോ? സുബഹി മുതൽ മഗ്രിബ് വരെ പട്ടിണിയിരുന്നു. ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല, വെള്ളം കിട്ടാഞ്ഞിട്ടല്ല, കുടിക്കാൻ സൗകര്യമില്ലാഞ്ഞിട്ടല്ല, ഭക്ഷണം കഴിക്കാൻ സൗകര്യമില്ലാഞ്ഞിട്ടല്ല. ആരും കാണാതെ കഴിക്കാമായിരുന്നു, ആരും കാണാതെ കുടിക്കാമായിരുന്നു. എല്ലാത്തിനും സൗകര്യമുണ്ട്. വിശന്ന് സഹിക്കുന്നില്ല, അപ്പോഴും ഭക്ഷണം കഴിച്ചില്ല. ദാഹിച്ച് വിഷമിക്കുന്ന അപ്പോഴും വെള്ളം കുടിച്ചില്ല. അവസാനം പോയി അതാ കിടക്കയിൽ അല്ലെങ്കിൽ പള്ളിയിൽ കിടന്നുറങ്ങി സഹിക്കാൻ കഴിയാതെ, എന്നിട്ടും വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. എന്തേ? എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്, എന്റെ റബ്ബിന്റെ നിർദ്ദേശമാണ്. അങ്ങനെ എന്റെ നിർദ്ദേശം പാലിച്ച് വിശന്നിരുന്ന് ദാഹിച്ചിരുന്ന് വെള്ളം മുന്നിൽ പെട്ടിട്ടും കുടിച്ചില്ല, വെള്ളമുണ്ടായിട്ടും കുടിച്ചില്ല, ഭക്ഷണം കിട്ടിയിട്ടും കഴിച്ചില്ല. അവസാനം നോമ്പ് തുറക്കാൻ വേണ്ടി നിൽക്കുമ്പോ 10, 15, 20 മിനിറ്റ് മുമ്പ് നല്ല സുഭിക്ഷമായ ഭക്ഷണം റെഡിയാണ്, വെള്ളം റെഡിയാണ്, എല്ലാം റെഡിയാണ്. പക്ഷേ കഴിക്കുന്നില്ല. കഴിക്കാൻ എന്റെ റബ്ബിന്റെ ഓർഡർ വരണം, ആ റബ്ബിന്റെ തീരുമാനം വരണം. അവൻ നിശ്ചയിച്ച സമയമാകണം. ആ സമയമാകാതെ ഇരിക്കുന്ന അടിമയുണ്ടല്ലോ, അല്ലാഹുവിനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. എന്നെ അനുസരിച്ച എന്റെ അടിമ ആ സമയത്ത് വല്ലതും ചോദിച്ചാൽ അല്ലാഹു തട്ടുകയില്ല. ആ സമയത്ത് ഭക്ഷണത്തെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിന് പകരം, എന്തെങ്കിലും സംസാരിക്കുന്നതിന് പകരം, നോമ്പ് തുറയോടടുക്കുന്ന സമയം അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് വേണ്ടത് മുഴുവനും ചോദിച്ചോ. ആ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യും. ആ സമയത്ത് മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് കൈകൾ ഉയർത്തി ദുആ ചെയ്തോ, അല്ലാഹു തട്ടുകയില്ല. നമുക്ക് കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, വരപൂർത്തിയാകണം, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും റബ്ബിനോട് പറയുക. അതിനേറ്റവും നല്ല സമയമാണ് നോമ്പ് തുറയുടെ സമയം. ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക.